ബ്രോ ക്രേസി ഗോപാലൻ എന്ന സിനിമയെ പറ്റി വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് മുമ്പ് ഒരാൾ എനിക്ക് സ്ഥിരം റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അതിനെ പറ്റി ഒരു ത്രെഡ് കിട്ടാത്തതുകൊണ്ട് അന്നൊന്നും ഞാനത് ചെയ്തില്ല. എന്നാൽ ഈ അടുത്തായിട്ട് ഒരാൾ ജാക്ക് ഡാനിയൽ എന്ന സിനിമയെ പറ്റി സംസാരിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇവ രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ എന്ന്. അതായത് ക്രേസി ഗോപാലനും ജാക്ക് ഡാനിയലും തമ്മിൽ ചെറിയൊരു കണക്ഷൻ, അല്ലെങ്കിൽ അവയെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് പറയുന്നതിന് മുമ്പ് ക്രേസി ഗോപാലിനെ പറ്റി രണ്ട് വാക്ക്. ഞാൻ മുൻപും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദിലീപ് സിനിമകളിൽ കൂടുതൽ ഇഷ്ടം ഒരുപാട് ആളും ബഹളം ഒക്കെ വരുന്ന സിനിമകളോടാണ്. അതായത് നായകൻ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അമ്മാവന്മാർ, അങ്ങനെ ബന്ധങ്ങളുള്ള സിനിമകൾ. ഫോർ എക്സാമ്പിൾ സിഐഡി മൂസ, കാര്യസ്ഥൻ, റൺവേ, ലാൻ ഇവയൊക്കെ. എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമകളാണ് ജൂലൈ 4, ചെസ് പോലുള്ളവ. അക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് ക്രേസി ഗോപാലനും. ഇനി അടുത്തത് ഇതിൽ സലീം കുമാർ മരിക്കുന്ന രംഗം അത്യാവശ്യം വിഷമമുണ്ടാക്കുന്നതായിരുന്നു. അതിനാക്കം കൂട്ടുന്നത് സിനിമയിൽ ഒരിടത്ത് സലീം കുമാർ തന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്, അതിൽ തന്റെ രോഗിയായ അമ്മയെ പറ്റിയും. സോ ഇതൊക്കെ കൂടിയാകുമ്പോൾ സലീം കുമാർ മരിക്കുന്ന രംഗം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. എത്രയൊക്കെ ആയാലും ഒരു സിനിമയിലെ കോമഡി കഥാപാത്രങ്ങൾക്ക് ബോംബ് പൊട്ടിയാലും അവർ മരിക്കാൻ പാടില്ല, മറിച്ച് കരിപുരന്റെ ലുക്കിൽ തിരിച്ചു വരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അവസാനത്തത് മനോജ് കെ ജയൻ. ഈ മുഖം മുഴുവൻ മറക്കുന്ന ടൈപ്പ് കൂളിംഗ് ഗ്ലാസും ഇട്ടുകൊണ്ട് വില്ലൻ കഥാപാത്രമായി പുള്ളി അന്ന് കുറച്ചധികം സിനിമകൾ ചെയ്തിരുന്നു. സോ അതിന്റെ ഒരു ആവർത്തന വിരസതയും ഉണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെയാണെങ്കിലും ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ വില ഞാൻ തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ്. യെസ്, ജാക്ക് ഡാനിയൽ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ. ആ പടം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടില്ല, പക്ഷെ അതിൽ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് വലിയൊരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് നായകൻ റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ചാടുന്നതാണ്. ഇവിടെ ചാടുമ്പോൾ ആദ്യം കാണിക്കുന്നത് കേരളത്തിലെ ഒരു സാധാരണ ബഹുനില കെട്ടിടം. എന്നാൽ തൊട്ടടുത്ത ഷോട്ടിൽ അതിങ്ങനെയാവും. VFXന്റെ സഹായത്തോടു കൂടി ഇത് ചെയ്തതല്ല പ്രശ്നം. 4 പാടും ഗ്ലാസുകൾ കൊണ്ട് കവർ ചെയ്ത് എത്ര ബിൽഡിങ്ങുകളുണ്ട് കേരളത്തിൽ. സോ ഇതൊക്കെ തീർത്തും അവിശ്വസനീയമാണ്. അതായത് കാണുന്നവർക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു ഐറ്റം. എന്നാൽ നേരെ മറിച്ച് ക്രേസി ഗോപാലൻ എന്ന സിനിമയിൽ ഒരു ചേസ് സീൻ ഉണ്ട്. ഇതാണ് ആ സംഭവം. ഈ ചാടി വരുന്നത് ദിലീപാണോ അതോ വല്ല സ്റ്റണ്ട് ഡബിൾ ആണോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കേരളത്തിനകത്ത് പണി നടക്കുന്ന ഇതുപോലൊരു കെട്ടിടവും ഇതുപോലുള്ള സെറ്റപ്പും നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം. സോ ഇത് ബിലീവബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ എക്സൈറ്റിംഗ് ആണ്. എന്നാൽ ജാക്ക് ഡാനിയലിൽ സംഭവിച്ചത് നേരെ മറിച്ചും.